ഐറ്റം വാങ്ങാൻ പോവുകയാണ് കൊല്ലത്ത്. ഇവിടെ ഇരിക്കുന്ന എന്റെ മമ്മി, ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന അപ്പുങ്ക, ഇവിടെ ഇരിക്കുന്ന ഗുളുക്കു, ഇവിടെ ഇരിക്കുന്ന എന്റെ കിക്കു, ഇവിടെ ഇരിക്കുന്ന എന്റെ അമ്പത്തി, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടി ക്രിസ്മസ് ഐറ്റം വാങ്ങിക്കാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാം. ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കൊല്ലം സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്മസ് ഷോപ്പിലാണ്. ഇവിടെ ജസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കുറവാന്നുള്ള അറിവോടെയാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ റേറ്റ് അധികം വ്യത്യാസമൊന്നുമില്ല. ഇവിടുത്തെ ഓരോ ഐറ്റംസും വെറൈറ്റി ആയിരുന്നു കേട്ടോ. നല്ല രൂപങ്ങളാണ്. ഇതിനകത്ത് ചെറിയ രൂപം മുതൽ വലിയ രൂപം വരെ ഇതിനകത്ത് അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫും വളരെയധികം നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ എന്ത് ചോദിച്ചാലും അപ്പം തന്നെ എടുത്തു തരികയും കാണിച്ചു തരികയും എല്ലാം ചെയ്യുന്ന നല്ല സ്റ്റാഫ്സ് ആയിരുന്നു അവിടെ ഉള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ രൂപം ഭയങ്കര ചെറുത് മുതൽ വലുത് വരെ വെറൈറ്റി രൂപങ്ങളായിരുന്നു. കാരണം നമ്മൾ സാധാ പണ്ട് മുതൽ കണ്ടുവരുന്ന അതേ ഷേപ്പോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. വേറെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപങ്ങളായിരുന്നു ഉള്ളത്. രൂപങ്ങൾ കൂടാതെ നമ്മുടെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസും ഇതിനകത്ത് ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മുടെ വീടുകളിൽ വെക്കുന്ന രൂപങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പേപ്പർ സ്റ്റാറും അവൈലബിൾ ആയിരുന്നു. പക്ഷേ സ്റ്റാറിനൊക്കെ റേറ്റ് നോക്കുകയാണെങ്കിൽ കുറവൊന്നുമല്ല, അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഉണ്ട്. സ്റ്റാറിനാണെങ്കിലും ഏതൊരു ഐറ്റം ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇവിടുത്തെ ഓരോ ഐറ്റംസ്. കണ്ട ഈ സ്റ്റാറിന് 816 രൂപയാണ്. പിന്നെ നമ്മുടെ അഡ്വൻറ്റ് റീത്ത് ഇവിടെ അവൈലബിൾ ആയിരുന്നു. അതേപോലെ ക്യാൻഡിൽസും ഇവിടെ അവൈലബിൾ ആയിരുന്നു. റോസറി ഉണ്ടായിരുന്നു, സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ പടങ്ങൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുകൂടാതെ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെ LED സ്റ്റാർസ് ഉണ്ടായിരുന്നു, LED ബൾബ് ഉണ്ടായിരുന്നു, പിന്നെ ക്രിസ്മസ് പപ്പ ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്രിസ്മസിന് വേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ചെറിയ ഡെക്കറേറ്റ് ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിരുന്നു. എന്നാലും കാണാൻ ചെറിയൊരു ഷോപ്പാണെങ്കിലും അത്യാവശ്യം നമുക്ക് കണ്ടിഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ റേറ്റ് മാത്രമാണ്, ജെന്യൂനായിട്ട് പറയുവാണെങ്കിൽ റേറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് എല്ലാം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. നൈസിന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നേരെ പുനലൂരിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ കൊല്ലം ബീച്ചിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കെട്ടീശ്വര പള്ളിയിലും കൂടി ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയായിരുന്നു. നമ്മുടെ ഈ ഷോപ്പിൽ മാലയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് പുനലൂരിലുള്ള റിയൽ ബസാറിൽ കയറി. 199 കടയെന്നൊക്കെ പറഞ്ഞു. ഇവിടെ അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ വെറൈറ്റി ആയിട്ടൊന്നുമല്ല, പക്ഷെ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓരോ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റുകയാണ്. ഇതാണ് മാല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടത്തൊക്കെ ഓരോ മാലയ്ക്കും ആദ്യം 40 രൂപ 50 രൂപയൊക്കെ ആയിരുന്നു. ഇപ്പം നമുക്ക് 35 രൂപയൊക്കെ ആ രീതിയിൽ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ നിന്ന് വാങ്ങി. ഞങ്ങൾ ഈ വർഷത്തെ ക്രിസ്മസ് പർച്ചേസ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക് യു, ബൈ.